എന്ന് കരുതി തെക്കേ ഭാഗം പൂർണ്ണമായും വിട്ടിട്ടില്ല. എന്താന്ന് വെച്ചാല് ശിവരാത്രിക്കും അതുപോലെ ഉത്സവത്തിനും ആ നട തുറക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ അകത്ത് നടക്കുന്ന വൈബ്രേഷൻ, പോസിറ്റീവ് വൈബ്രേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒന്ന് അവിടുത്തെ ഭഗവാന്റെ പ്രതിഷ്ഠ, ആ ഭഗവാന്റെ പ്രതിഷ്ഠയെ വിധിപൂർവം ആചരിക്കുന്ന ബ്രാഹ്മണരുടെ സങ്കല്പം, മന്ത്രത്തിൻ്റെ പവേഴ്സ്, അതുപോലെ അവിടെ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങൾ, മാല, തുളസി, പൂക്കളുടെ സുഗന്ധം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന് നമ്മുടെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ക്ഷയാത് ത്രായതേ ഇത് ക്ഷേത്രമാണ്. അതായത് ക്ഷയമില്ലാത്തത് ഏതോ അത് ക്ഷേത്രം എന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. ക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനും ക്ഷയിക്കും, ക്ഷേത്രവും ക്ഷയിക്കും. ഒരു സമയത്ത് കഴിഞ്ഞാൽ ഏത് ക്ഷേത്രവും ക്ഷയിക്കും. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് സമാനമാണ്. അപ്പൊ ക്ഷേത്രത്തിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ശരീരത്തിനെ പറ്റി പറയുന്നവരുണ്ട്. തെറ്റാണ്. ശരീരത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തെ പറ്റി പറയും. ചില നാടുകളിൽ വാസ്തുപുരുഷനെ പറ്റി പറയാറുണ്ട്. ചില സ്ഥലങ്ങളിൽ വാസ്തുവിൽ കന്നിമൂല അത് ഇത് ചില പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ ചില നാടുകളിൽ അതിന് വ്യത്യസ്തമാണ്. അതിലൊന്ന് കേരളത്തിലെ വാസ്തു ഒരു വെറൈറ്റി ആണെങ്കിൽ തമിഴ്നാട്ടിലെ വാസ്തു അത് വേറെ തന്നെയാണ്. കാരണം എന്താ? തമിഴ്നാട് എന്നല്ല, അവിടുന്ന് അങ്ങോട്ട് നോർത്തിലേക്ക് പോകുമ്പോൾ അതെന്താ വെച്ചാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന വായുവിൻ്റെ ചലനങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് വായുവിൻ്റെ ചലനങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം, സമാധാനം, സന്തോഷം ഇതൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നല്ല അഗ്രഹണ്യന്മാർ രചിച്ചു വെച്ചിട്ടുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്നവനറിയാം, അറിയാത്തവന് ചോദിക്കും. പക്ഷെ വാസ്തുശാസ്ത്രത്തിൽ ഒരുപാട് എന്തുണ്ട്? തെറ്റുകളുണ്ട്. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ശരികൾ പറയാൻ അറിയുന്നവനെ അതിനെപ്പറ്റി തെറ്റാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കന്നിമൂലയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കന്നിമൂലയിൽ ബാത്റൂം പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല. അപ്പൊ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിൽ ഒരു വാസ്തുശാസ്ത്രജ്ഞൻ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബോംബെയിലൊക്കെ അവിടെ കന്നിമൂല നോക്കിയിട്ടാണോ? അല്ല. പക്ഷെ ബോംബെ ഇന്നലെ ഉണ്ടായതാണ്. ബോംബെയുടെ സമയം അതൊന്നും നമുക്ക് കണ്ടറിയണം. അതിനുശേഷം ബാക്കി സംസാരിക്കാം. ആ ആൾക്കിട്ട് ആളുടെ വീഡിയോ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു തരാം. അപ്പോൾ അതിമോഹമാണ് മോനെ ദിനേശ.